നമസ്കാരം. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൂടുന്നതിനിടയിൽ ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. അതിന് നിമിത്തമായതെന്തെന്ന് ആർക്കും അറിയില്ല. ഒടുവിൽ കണ്ടുപിടിച്ചു. ഒരു നേതാവിൻ്റെ സോക്സിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണത്. അത് ഊരി മാറ്റാൻ നിർദ്ദേശിച്ച് നെഹ്റു ആളെ പുറത്തിറക്കി വിട്ടു. അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും അതേ സ്ഥാനത്തിരുന്നു. അപ്പോഴും അതേ ദുർഗന്ധം. നോക്കിയപ്പോൾ ഊരി മാറ്റിയ സോക്സ് നേതാവിൻ്റെ കീശയിലിരിക്കുന്നു. പണ്ട് പറഞ്ഞു കേട്ട ഈ ഫലിതം ശരിയാണോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഓർക്കാനൊരു കാരണമുണ്ട്. കനത്ത പരാജയം ഏറ്റുവാങ്ങിയ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. പരാജയത്തിന് കാരണങ്ങൾ ഓരോന്നായി ഇഴകീറി പരിശോധിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു തുറന്ന സമ്മതം നടത്തി. നേതൃത്വത്തിന് വീഴ്ച പറ്റി. എന്നാൽ പിണറായിക്കും ഗോവിന്ദനുമെതിരെയുള്ള എല്ലാവിധ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും തള്ളിക്കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ ദുർഗന്ധം അകത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു. ഗോവിന്ദനും പിണറായി വിജയനും ഒരു വീഴ്ചയുമില്ല. MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള മത്സരിച്ച തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന വിമർശനം യോഗത്തിലുണ്ടായി. ശ്യാമളയുടെ പിടിവാശി കൊണ്ട് മത്സരിച്ചതാണ്. അതിൽ ഗോവിന്ദന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇക്കാലത്തിനിടയിൽ സഹാബിനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ശ്യാമള ചോദിച്ചു. ആ ദുഃഖം സഹിക്കവയ്യാതെ ഗോവിന്ദൻ ഒരു സീറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തു. അതിനാ മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജയിപ്പിക്കേണ്ടത് പാർട്ടിക്കാരായിരുന്നു, അവരത് ചെയ്തില്ല. ഉന്നത നേതാക്കളുടെ ഭാഷയും പ്രയോഗങ്ങളും പുതിയ കാലത്തിന് ചേർന്നതാണോ എന്ന് ചിന്തിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മനുഷ്യന് പ്രായമാകുമ്പോൾ ശരീരത്ത് പല തേയ്മാനങ്ങളും സംഭവിക്കും. തലയിൽ നര പിടിക്കും, പല്ല് ആടാൻ തുടങ്ങും, കാല് കോച്ചിപ്പിടിക്കും, മുട്ടുകാല് മടങ്ങാതെ വരും. എന്നാൽ നാക്കിന് മാത്രം വലിയ പരിക്കോ തേയ്മാനങ്ങളോ സംഭവിക്കാറില്ല. മനുഷ്യ ശരീരത്തെ തേയ്മാനം സംഭവിക്കാത്ത ഒരേ ഒരു അവയവമാണ് നാക്ക്. പിണറായി വിജയൻ 82 വയസ്സുണ്ട്. ജനിച്ച കാലം മുതൽ ആ നാവ് വായിലുണ്ട്. ഗോവിന്ദനും അതുതന്നെ. ഇത്രയും കാലം വടിച്ചുകോരി കൊണ്ടു നടന്ന ആ നാവ്, അതിൻ്റെ ശീലങ്ങളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല സഖാക്കളെ. പാർട്ടിയുടെ കാലിൽ പിടിച്ച ജനം വലിച്ചു കീറാൻ കാരണമായ മറ്റൊരു വലിയ തെറ്റും സംസ്ഥാന കമ്മിറ്റി ഏറ്റുപറഞ്ഞു. വിഭജനത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ച് തെറ്റായിപ്പോയത്രേ. യോഗിയെ നേരിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരാനായിരുന്നല്ലോ ശ്രമം. പക്ഷേ അദ്ദേഹം വന്നില്ല. പകരം ഒരു സന്ദേശം അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ സന്ദേശം വായിച്ച മന്ത്രി വാസവൻ്റെ മുഖത്തെ ചിരിയും തെളിമയും ഒന്ന് കാണേണ്ടതായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് കാറിൽ കയറ്റിയതും വലിയ തെറ്റായിപ്പോയി. ഒരു സമുദായ നേതാവിനെ പിന്നെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ സഖാക്കളെ? ഇതൊക്കെ നേതൃത്വത്തിന് പറ്റിയ വീഴ്ചകളാണ് പോലും. ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദനും പിണറായിയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ശാശ്വതമായ വലിയ 2 പ്രശ്നങ്ങളാണ് അത്. അതിനെ പുറത്തിറക്കി വിടാൻ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരുത്തിനുമൊട്ട് കഴിയുകയുമില്ല. വ്യക്തിപരമായ ഗോവിന്ദനോ പിണറായിയോ എന്തെങ്കിലും വീഴ്ചകൾ സമ്മതിച്ചതായി പാർട്ടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. CPMൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരുതരം ഗോത്ര സംസ്കാരം തന്നെയാണ്. ഈ ഗോത്ര സംസ്കൃതി വെച്ചുകൊണ്ടാണ് കടന്നൽക്കൂടിന് കല്ലെറിയുമ്പോൾ കടന്നലുകൾ കൂട്ടമായി വന്ന് നിങ്ങളുടെ താടിയിൽ പൊതിയുന്നത്. ഇതൊരു ആത്മഹത്യാ സ്ക്വാഡാണ്. ഇതെല്ലാ ജീവശാസ്ത്ര ഗവേഷകന്മാർക്കും അറിയാവുന്ന കാര്യവുമാണ്. തേനീച്ചകൾ വന്ന് നമ്മെ പൊതിയുന്നത് തേനീച്ചക്കൂടിനകത്തുള്ള റാണിയെ രക്ഷിക്കാനാണ്. ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ റാണിയെ വലയം ചെയ്യും. അപ്പോൾ അവർ സ്വയം മരിക്കും. മരിക്കുന്നതിനിടയിൽ അവർ വംശത്തിൻ്റെ തുടർച്ചയ്ക്ക് ആധാരമായ റാണിയെ രക്ഷിക്കുകയും ചെയ്യും. ഇത് തേനീച്ചകളുടെ ഒരു വംശ സ്വഭാവമാണ്. ഒരു വ്യക്തിയേക്കാൾ വലുത് ഒരു വർഗമാണ് എന്നുള്ളത് വളരെ ശരിയായ സാമൂഹ്യ ബോധമാകുന്നു. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു വംശമില്ലാതായാലും വ്യക്തിയെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് CPMൻ്റെ ഗോത്ര സ്വഭാവത്തിന് ആധാരമായിട്ടുള്ളത്. തേനീച്ചകൾ റാണിയെയാണ് രക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ റാണാ പ്രതാപനെയും മകളെയുമാണ്. അതേ ഗോത്ര സംസ്കൃതി വെച്ചുകൊണ്ട് തന്നെയാണ് വളരെ ക്രൂരമായ ഒരു ആക്രമണത്തിന് ഈ ഗോത്രവർഗം ഇടിക്ക് നേരെ ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വന്ന് ദിവസം ഇത്രയും ആയപ്പോഴാണ് പരാജയം സമ്മതിക്കാൻ ഗോവിന്ദൻ്റെ മനസ്സ് അനുവദിച്ചത്. നമ്മൾ വിചാരിക്കും പോലെയല്ല, CPMനും ഒരു നേതൃത്വമൊക്കെ ഉണ്ട് പോലും. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരോധ പ്രസ്താവന വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് പോലും. അതിൽ പിണറായി വിജയനും ഗോവിന്ദനും യാതൊരു പങ്കുമില്ല. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവിൽ സരസ്വതി വിലാസമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വരുന്നതൊക്കെ സരസ്വതി മന്ത്രങ്ങളാണെന്നും പറഞ്ഞത് ആരുടെ വീഴ്ചയാണ്? അതും നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ആറന്മുളക്കാരൻ കീച്ചമ്പറമ്പിൽ പത്മകുമാറിനെ പുറത്താക്കാതിരുന്നതും
നേതൃത്വത്തിൻ്റെ വീഴ്ചയായി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. അതിലും ഗോവിന്ദനോ പിണറായി വിജയനോ യാതൊരു പങ്കുമില്ല. എന്തായാലും ഈ പാർട്ടിയെ നന്നാക്കിയെടുക്കാൻ ഗോവിന്ദനെ ചുമതലപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി. അതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ എന്നൊരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. CPMൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ എല്ലാ പൊതുജനങ്ങളുടെയും നിർദ്ദേശങ്ങൾ ഞങ്ങൾ തേടുകയാണ്. തിരുത്തി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സഹായകമാകും. നാട്ടിലും വിദേശത്തും ജീവിക്കുന്ന CPMൻ്റെ അനുഭാവമുള്ളവരും അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളോടും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, യുവതികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ മേഖലയിലെ ജനങ്ങളെയും ഞങ്ങൾ കേൾക്കുകയാണ്. പ്രത്യേകിച്ച് പുതുതലമുറയെ കേൾക്കണമെന്നാണ് പാർട്ടി കണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ പറയാം. ആ ഏഷ്യാനെറ്റിൽ ഇക്കാലം അത്രയും നടന്ന ചർച്ചകളൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു, ഈ പാർട്ടി നന്നാകുമായിരുന്നു. ഒരു വാട്സാപ്പ് നമ്പരും ഇമെയിൽ വിലാസവും നൽകിയിട്ടുണ്ട് ഗോവിന്ദൻ. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കൂടി പരിഗണിച്ചാവും CPM ഇനി മുന്നോട്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നത്. അല്പമെങ്കിലും നാണവും ഉളുപ്പുമുണ്ടോ ഈ ഗോവിന്ദനും പിണറായി വിജയനും? പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. നവകേരള സദസ്സ് നടത്തി തിന്നും കുടിച്ചും അർമാദിച്ച് നടന്ന കാലത്ത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഈ പ്രസ്ഥാനം നന്നാകാൻ ആദ്യം വേണ്ടത് 2 അക്ഷരമുള്ള നാണവും 3 അക്ഷരമുള്ള ഉളുപ്പുമാണ്. 4 അക്ഷരമുള്ള മനുഷ്യത്വം വേണം. 5 അക്ഷരമുള്ള വകതിരിവ് വേണം. ഇതൊന്നുമില്ലാതെ ഈ പ്രസ്ഥാനം നാട്ടുകാരിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച് നന്നാകാനുള്ള വഴി തേടുകയാണത്രേ. നിങ്ങൾ തേടുന്ന പുതുവഴി ഇനി പെരുവഴിയാണ്. ഓടുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. കള്ളത്തരങ്ങൾ പറയുന്നത് ഒന്ന് ഒഴിവാക്കാമോ? താഴെയുള്ള SFIക്കാർ മുതൽ മുകളിലുള്ള പിണറായി വരെ അഹങ്കാരം വെടിയണം. ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. സൈബർ കമ്മികളായി ജീവിച്ച് ശത്രുക്കളുടെ തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടി ഒഴിവാക്കണം. കള്ളനെയും കൊള്ളക്കാരെയും കൊലപാതകിയെയും ബലാത്സംഗ വീരനെയും ഒരു നിമിഷം പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന തീരുമാനമെടുക്കണം. ചാനൽ ചർച്ചകളിൽ വന്ന് മനുഷ്യനെ സ്ഥിരമായി വെറുപ്പിക്കുന്നവരെ അടിച്ച് പുറത്താക്കണം. കുറെ കമ്മ്യൂണിസ്റ്റുകളും ഫെമിനിസ്റ്റുകളുമുണ്ട് വിവരദോഷവും പറഞ്ഞുകൊണ്ട്. അതിനെ ഒന്നും 7 അയലത്ത് അടുപ്പിക്കരുത്. പറ്റുമോ? പാർട്ടി പ്രവർത്തനം എന്നാൽ ദേശാഭിമാനിയുടെ ഫണ്ട് പിരിവും സമരങ്ങളും മാത്രമല്ല. കക്ഷത്തിൽ തേങ്ങയും വെച്ചുള്ള സഖാക്കളുടെ നടപ്പ് അവസാനിപ്പിക്കണം. അല്ല ഗോവിന്ദ മാഷേ, നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചാണല്ലോ നിങ്ങൾ പാർട്ടി നന്നാക്കാൻ പോകുന്നത്. പിണറായി വിജയനും ഗോവിന്ദനും ഈ നിമിഷം രാജിവെക്കണമെന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ വന്നാൽ നിങ്ങളത് അനുസരിക്കുമോ? പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കീഴ്ഘടകങ്ങൾ മുഴുവൻ ഈ പിണറായി വിജയനും ഗോവിന്ദനും പാർട്ടിയെ കൊല്ലുമെന്നും എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടിട്ടും അവർ കേട്ട പാവം നടിക്കാത്തവരാണ്. അല്ല സഖാവെ, പിണറായി വിജയൻ മുതൽ SFI വരെ ഒന്ന് താഴോട്ട് നോക്കും. ഇനി വരാൻ യോഗ്യരായി ആരാണുള്ളത്? ആരെയെങ്കിലും ഒരാളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ നിയമസഭയിൽ ഇരിക്കുന്നത് നനഞ്ഞ പ്രതിപക്ഷമാണ്. ആദ്യം ഈ ബാലസംഘം മുതലുള്ള പിള്ളേരെ പഠിപ്പിക്കേണ്ടത് സമൂഹത്തിൽ മര്യാദയ്ക്കും സ്നേഹത്തോടെയും ഭീഷണിയില്ലാതെയും പെരുമാറാനുള്ള വിദ്യകളാണ്. മനുഷ്യൻ്റെ വെട്ടത്തിറങ്ങി 10 വോട്ട് ചോദിച്ച് മേടിക്കാൻ കഴകത്തും പ്രാപ്തിയുമുള്ള വർഗത്തുള്ള കൊള്ളാവുന്ന ഒരുത്തനെ ഈ പ്രസ്ഥാനത്തിൽ കാണാൻ കിട്ടുമോ? അഹങ്കാര വർത്തമാനവും വെല്ലുവിളിയുമല്ലാതെ അവന്മാരുടെ വായിൽ നിന്നും ഒന്നും വരില്ല. ഇടിക്ക് നേരെ നടന്നത് ആക്രമണമൊന്നുമല്ലെന്നും ഞങ്ങളുടെ ആക്രമണം ഇങ്ങനെയൊന്നുമല്ല എന്നും പറഞ്ഞ് വകതിരിവില്ലാത്തൊരു പൂമരനുണ്ടല്ലോ, അയാൾ മാത്രം മതി ഈ പാർട്ടിയെ വെറുപ്പിക്കൽ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ. ഗോവിന്ദനും പിണറായിക്കും ശേഷമുള്ള 2ാം നിര അകാല വാർദ്ധക്യം ബാധിച്ച് വീട്ടിലിരിപ്പായി. 3ാം നിരയാകട്ടെ വിപ്ലവത്തിൻ്റെ അവശ്യ പെൻഷനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. 4ാം നിരക്കാരുടെ തെറി കേട്ടാൽ ജനം മുറിപ്പത്തലെടുക്കും. ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് നന്നാകാമെന്ന് പറയുന്ന ഈ ഗോവിന്ദനും പിണറായി വിജയനും ഏത് ലോകത്താണ് ജീവിക്കുന്നത്?